ഈ സുറിയാനി ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര പ്രത്യേകതയാണ്. അത് തന്നെ ഓരോ പ്രദേശത്തും മാറും. ഇപ്പൊ തൃശ്ശൂരിൽ തട്ടിൽ പിതാവിരിക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിലെ സുറിയാനി ഭക്ഷണത്തെ പറ്റി പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് തൃശ്ശൂരത്തെ ഭക്ഷണം. ഇവിടെ ഇല്ലാതെ ആ സുറിയാനി ഭക്ഷണം. പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, തൃശ്ശൂരിൽ ഉപയോഗിക്കും. പക്ഷേ ഇല്ല, കോഴിയും കുമ്പളങ്ങ ഇവിടെ ഉണ്ട്. തൃശ്ശൂരുണ്ട് കോഴിയും കുമ്പളങ്ങ. പിതാവിനോട് ചോദിച്ചു നോക്ക്. എറണാകുളത്തില്ല, പാലായിലില്ല, അങ്കമാലിയിലില്ല, ചങ്ങനാശ്ശേരിയിലില്ല. കോഴിയും കുമ്പളങ്ങയും സുറിയാനി ഭക്ഷണമാണ് തൃശ്ശൂരില്. ചോദിച്ചു നോക്കിയോ. കോഴിയും കുമ്പളങ്ങയും പോർക്കും കൂർക്കയും ഇവിടെ ഉണ്ട്, കായും ബീഫും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ചെയ്യും. പിന്നെ ഒരു കാലം ഇവിടെ മീൻ കറിയുണ്ട്. ഞാൻ അത്തനേഷ്യസ് തിരുവേനയും കൂടി ഇവിടെ ഇരിക്കുന്നു. അതിലെ ഈ സീറോ മലബാറുകാരുടെ മാങ്ങയിട്ട മീൻകറിയും യാക്കോബായക്കാരുടെ മാങ്ങയിട്ട മീൻകറിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് എന്താ, സുറിയാനിക്കാരുടെ മീൻകറിയിൽ 500 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഒരു 3 കിലോ 4 കിലോ മീൻ ഇടുള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടുള്ളൂ. ശരിയാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മുള്ളു കിട്ടും. മാങ്ങാക്കറിയാണ്, പക്ഷെ മീനിന്റെ ടേസ്റ്റ് എവിടെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പറൂര് കൊടകാവ് പള്ളിയിൽ ചെന്നാൽ പറയാം മീൻകറി എന്ന് പറയാൻ എന്നെ പ്രകോപിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കാൻ. അതിന് മുള്ളു കിട്ടൂല. പക്ഷേ യാഗാവക്കാരുടെ ശരിക്കും മീൻ മാങ്ങാക്കറിയാണ്. മീൻ ഇഷ്ടംപോലെ ഉണ്ടാവും. ശരിയല്ലേ? അതിന്റെ വ്യത്യാസമാണ്. ശരിയല്ലേ? ഇത് അങ്കമാലിയിൽ വരുമ്പോൾ പോർക്കിനാണ് ഇമ്പോർട്ടൻസ്. പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി, അത് സുറിയാനി ഭക്ഷണമാണ്. കുടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി. ബീഫ് ഒലത്തിയത് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, കറക്റ്റ് അല്ലേ? ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഒലത്തിയത്, അതെല്ലാം സുറിയാനി ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പിന്നെ നമ്മൾ ചങ്ങനാശ്ശേരിയും കുട്ടനാടും പോകുമ്പോൾ അത് മാറി ഡക്കായി. നമ്മളിവിടെ ഡക്കുണ്ടാക്കുന്നതും ഇപ്പൊ കിഴക്കമ്പലത്ത് ഡക്കുണ്ടാക്കുന്നതും ചങ്ങനാശ്ശേരി കുട്ടനാട് സുറിയാനിയിൽ ഡക്കുണ്ടാക്കുന്നത് 2 രീതിയിലാണ്. അവിടെ കറുത്ത കറിയാണ് ഡക്കിന്റെ. അതെന്താ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ശരിയല്ലേ? വറുത്തരച്ചിട്ടുള്ള കറിയാണ്. ഇവിടുത്തെ കറി പാലൊഴിച്ചിട്ടുള്ള കറിയാണ്, ഇവിടുത്തെ ഡക്ക് കറി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഭക്ഷണത്തിൻ്റെതായ വ്യത്യസ്തതകളൊക്കെ ഭയങ്കര ബുക്ക് എഴുതാം. ഇതിന്റെ കൂടെ ഒരു ബുക്ക് ഡെസാനികളുടെ സുറിയാനികളുടെ ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം കൂടി അഡീഷണൽ ആയിട്ട് കൂടി എഴുതണം. ഇല്ലെങ്കിൽ ഞാൻ എഴുതും.